ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്താണെന്നോ, നമ്മുടെ ഏത്തവാഴയൊക്കെ കുലയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുന്നേ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം, ഇതുപോലെ നമ്മൾ ഏത്തവാഴ നട്ട വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നട്ട നമ്മുടെ വാഴയാണ് കേട്ടോ. അപ്പോൾ കുലച്ചും തുടങ്ങി. അപ്പോൾ അത് കുലച്ചൊക്കെ വന്ന് അതിൻ്റെ കൊലയൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ വിചാരിച്ചേ എന്നാൽ കുറച്ചും കൂടെ നമുക്ക് നട്ട് കൊടുക്കാമെന്ന്. അപ്പം ഞാൻ ഇവിടെ മുന്നേ പച്ചക്കറി നട്ട സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചൊക്കെ ഒഴിവായി കുറച്ച് സ്ഥലം അവിടെ ബാക്കിയുള്ളത് വിചാരിച്ചു തന്നാൽ അങ്ങോട്ട് നമുക്ക് കുറച്ചും കൂടി ഏത്തവാഴയുടെ വിത്തങ്ങ് നട്ട് കൊടുക്കാൻ. അപ്പോൾ വിത്ത് കുറച്ചൊരു 5-10 വിത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മുന്നേ നട്ടതൊക്കെ ആണെങ്കിലും ഇതുപോലെ നമുക്ക് കുലച്ച് നമുക്ക് കൊലയൊക്കെ കൊത്തിയ വാഴയുടെ വിത്ത് പിരിച്ച് നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനുള്ള കുഴികളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. നമ്മുടെ ഏത്തവാഴയുടെ വിത്തും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നാടൻ വിത്താണ് കേട്ടോ. അപ്പോൾ നമുക്കത് നാടനാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ആണെങ്കിൽ നാടൻ ഏത്തക്കായ്ക്ക് 50 രൂപ 55 രൂപയൊക്കെ വിലയുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് വരുന്നതാണെങ്കിൽ 3 കിലോയ്ക്ക് 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കാകൾ വരുന്നുണ്ട്. പക്ഷെ ഒരു ടേസ്റ്റും ഇല്ല, വെറുതെ നമുക്ക് ചവറ് തിന്നാനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുഴികളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. എന്നിട്ട് അതിൽ ഞാൻ ഒരു നുള്ള്, അതായത് ഒരു പിടി കുമ്മായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും വളങ്ങളൊന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. വേരൊക്കെ പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലുപൊടിയോ അതുപോലുള്ള വേപ്പിൻ പിണ്ണാക്കോ ഒന്നും ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. ഇപ്പം ഞാൻ കുറച്ച് ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നില്ല, മറ്റു വളങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. വേര് പിടിച്ച് ശേഷം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ നമ്മുടെ വിത്തൊക്കെ ഓരോ കുഴിയിലും അങ്ങ് കൊണ്ടുപോയി വെക്കുകയാണെങ്കിലേ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നടാൻ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല വെയിലാണ്, അതായത് നല്ല ഉണക്കുമാണ്. നല്ലതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം, എങ്കിലേ പെട്ടെന്ന് നമുക്ക് മുളച്ച് വരികയേ ഉള്ളൂ. അപ്പം ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ചിട്ട് നമ്മൾ, അതായത് കുലച്ച വാഴയ്ക്കാണേലും അല്ലാത്തതിനും ഒക്കെ ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് നനച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചാണകപ്പൊടി ഉണ്ടോ. അപ്പോൾ ചാണകപ്പൊടി ഞാൻ ഇപ്പം അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ വിത്തങ്ങ് വെച്ച് കൊടുത്തു. അപ്പം അതിന് ചുറ്റും കുറച്ച് മണ്ണും നമ്മൾ കുമ്മായി ഇട്ട് കൊടുത്തായിരുന്നല്ലോ, അതും കൂടി ഒന്ന് മിക്സാക്കി പിന്നെ ഇത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മണ്ണും കൂടി ഒന്ന് കൂട്ടി കൊടുത്തതിന് ശേഷമേ നനച്ച് കൊടുത്താൽ മതി. എന്നിട്ടിനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നനച്ചും കൂടെ കൊടുക്കുകയാണല്ലേ നമ്മുടെ വാഴ പെട്ടെന്ന് കിളിർത്ത് വരും. പിന്നെ നമുക്കത് വളരുന്നതിനനുസരിച്ച് നമുക്ക് നമ്മൾ മെയിനായിട്ട് നമ്മൾ വാഴയ്ക്ക് കൊടുക്കുന്ന അയറിട്ട് കൊടുക്കണം. അത് നമ്മുടെ വാഴയുടെ വളർച്ചയ്ക്കനുസരിച്ചും ഓരോ മാസത്തിൽ നോക്കിയിട്ടും ഒക്കെ നമുക്ക് കുറേശ്ശായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇല മഞ്ഞളിപ്പിനും കാൽസ്യക്കുറവിനും ഒക്കെയായിട്ട് ഏറ്റവും നല്ലതാണ് നമുക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ഞാൻ മുന്നേ നട്ട വാഴയ്ക്കും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ എല്ലാ കുഴിയിലും നമ്മുടെ വിത്തങ്ങ് നട്ട് കൊടുത്തു, വളവും ഇട്ട് കൊടുത്തു. ഇത് നമ്മൾ ഏകദേശം 1 മാസമായി കേട്ടോ ഈ ഒരു വിത്ത് നട്ട് കൊടുത്തിട്ട്. അപ്പോൾ അതിന് ഇതുപോലെ തന്നെ ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം നനച്ചും കൊടുക്കുവേ. അപ്പോൾ അങ്ങനെ നമുക്ക്, അതായത് ഒരു 8 മാസം മുന്നേ ഒരു പണിമുടക്ക് വന്നത്, ആ ഒരു പണിമുടക്കിന് ഞാൻ ചെയ്തൊരു പണിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അന്ന് നട്ട നമ്മുടെ ഏത്തവാഴയാണ് ഇപ്പോൾ ഈ കുലച്ചിങ്ങനെ നിൽക്കുന്നത്. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ, ഒരുപാട് വലിപ്പമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം, അതായത് നമ്മൾ ജൈവവളങ്ങളൊക്കെ ഇട്ട് വലിയ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നട്ട് വളർത്തിയതാണല്ലോ നമ്മുടെ നാടൻ കായ്. അപ്പോൾ വാഴച്ചുണ്ടൊക്കെ ആണെങ്കിലും അത് ഒടിച്ച് കളയേണ്ട സമയത്ത് ഒടിച്ചു, എന്നിട്ട് നമുക്ക് തോരൻ വെക്കാനും പയറൊക്കെ ഇട്ട് തോരൻ വെക്കുക അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ, അതിന് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയായി നമ്മുടെ വാഴയൊക്കെയാണ്. എല്ലാം ഒന്നും കുലച്ചിട്ടില്ല കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നോരോന്ന് കുലച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പം നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്, കണ്ടില്ലേ. ഇനി 1-2 എണ്ണത്തിൻ്റെയൊക്കെ നമുക്ക് ചുണ്ട് ഒടിച്ച് കളയാനുണ്ട്. ഒടിച്ച് കളയാനല്ല, നമുക്ക് തോരൻ വെക്കാൻ. ഏത്തവാഴയുടെ ചുണ്ട് നല്ല എന്താ പറയുക, അത്രയ്ക്കും ഗുണമുള്ളതാണല്ലോ നമുക്ക് കറി വെക്കാനൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. ഓക്കേ.